നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് ചാത്തന്നൂർ MLA ശ്രീ BB ഗോപകുമാറാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ ആദ്യ സമ്മേളനം 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നയപ്രഖ്യാപനം ഉണ്ടായി. ആദ്യമായിട്ട് അതിനു മുമ്പ് ചാത്തന്നൂരിലെ വിജയത്തിന് അഭിനന്ദനങ്ങൾ, അതോടൊപ്പം തന്നെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതും അതിൻ്റെ അഭിനന്ദനങ്ങളും. ഒപ്പം തന്നെ ഈ നയപ്രഖ്യാപനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? ആദ്യ നയപ്രഖ്യാപനത്തെക്കുറിച്ച്. നയപ്രഖ്യാപനം നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികളുടെ ഒരു പെരുമഴ, അത്ര മാത്രമേ ഉള്ളൂ. കാര്യം, ബഹുമാനായ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സംസ്ഥാനം. ഇന്നിപ്പോൾ നിയമസഭയിൽ ധവളപത്ര വർക്ക് വന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച്. അപ്പോൾ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയിലാണ് ഈ സംസ്ഥാനം പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയിൽ ഈ സംസ്ഥാനം നിൽക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? അതൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികൾ ഗവർണറെ കൊണ്ട് വായിപ്പിച്ചു എന്നതിനപ്പുറം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് യാതൊരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ CPMൻ്റെ ഒരു വിമർശനമുണ്ട്. കിഫ്ബിയെ പരാമർശിച്ചില്ല, അതുപോലെ തന്നെ കുടുംബശ്രീയെ പരാമർശിച്ചില്ല, കേന്ദ്രവിരുദ്ധ പ്രസ്താവനകളില്ല എന്നൊക്കെയാണ്. ഇത് സത്യത്തിൽ കേന്ദ്രവിരുദ്ധമായ പരാമർശങ്ങളില്ല എന്നുള്ളത് ഒരു ഇത് തന്നെയാണല്ലേ? അതിനെക്കുറിച്ച് എന്താണ് BJPയുടെ ഒരു? പ്രതിപക്ഷ നേതാവ് കേന്ദ്രവിരുദ്ധ നയമില്ലെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിലെ ജനങ്ങളെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? എന്നും ഈ കേന്ദ്രവിരുദ്ധത മാത്രം മതിയോ? അപ്പോൾ കേന്ദ്രവിരുദ്ധത മാത്രം അജണ്ടയാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ജനതാൽപര്യം മറക്കുക, ഇതാണ് 10 വർഷക്കാലം നമ്മൾ കണ്ടത്. ജനത്തിന് മനസ്സിലായി. ഇത് മോദി സർക്കാരിനെ കുറ്റം പറയുക, മോദി സർക്കാർ നടപ്പിലാക്കുന്ന നല്ല പദ്ധതികൾ വരാതിരിക്കാനുള്ള പരിശ്രമം നടത്തുക, ഇത് ജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ ഈ ഗതികേടിലേക്ക് LDF മാറിയത്. UDF കിഫ്ബിയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണം കേരള നിയമസഭയിൽ അവരുന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി ഒരു അഴിമതിയുടെ കേന്ദ്രമാണ്. CPMൻ്റെ ചില ഏജൻസികൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് എന്നതടക്കമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. ബഡ്ജറ്റിന് സമാന്തരമായ ഒരു പ്രവൃത്തി. അങ്ങനെ പറഞ്ഞവർ കിഫ്ബിയെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേപോലെയല്ലേ? അവർ പക്ഷേ കിഫ്ബി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് ഈ നയരേഖയിൽ പറഞ്ഞിട്ടില്ല. അഴിമതിക്കെതിരെ പോരാടും എന്ന് പറഞ്ഞവർ കിഫ്ബിയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണം കേരള നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്നയാൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ആ നയപ്രഖ്യാപനത്തിൽ കിഫ്ബി നടത്തിയിട്ടുള്ള അവർ തന്നെ കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് ഒരു പരാമർശവും വന്നിട്ടില്ല. അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ലേ? ഒരാൾ കിഫ്ബി വേണമെന്ന് പറയുന്നു, കിഫ്ബിയെക്കുറിച്ച് ഒരുപാട് ആരോപണം ഉന്നയിച്ചവർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പറയുന്നില്ല. സമാന്തര ബഡ്ജറ്റിന് തുല്യമായിട്ടാണ് നിയമസഭാ അംഗങ്ങൾ അറിയാതെയാണ് കിഫ്ബി പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് അഴിമതി വിരുദ്ധ നയപ്രഖ്യാപനം നടത്തിയെന്ന് പറയുന്നവർ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ കേരള നിയമസഭയിൽ കിഫ്ബിയുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞത് അതിനെക്കുറിച്ച് ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. ഇത് വളരെ വൈരുദ്ധ്യങ്ങളുള്ള ഒരു നയപ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് കേരള നിയമസഭയിൽ കണ്ടത്. ഒരുപക്ഷെ ഈ ഭരണം പിടിച്ചെങ്കിലും ഇനി ആ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവ് ഇതിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ. അതെ. കോൺഗ്രസിനകത്ത് തന്നെ ആഭ്യന്തര പ്രശ്നം ഒരുപാടുണ്ട്. ലീഗിനാൽ നയിക്കപ്പെടുന്ന ഭരണമെന്ന് കോൺഗ്രസ് MLAമാർ തന്നെ വിലപിക്കുന്നു. അപ്പോൾ ആ മുഖ്യമന്ത്രിയാണോ അധികാര കേന്ദ്രം, അതോ മറ്റിടങ്ങളാണോ അധികാര കേന്ദ്രം? അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിന് എങ്ങനെ ലക്ഷ്യബോധം ഉണ്ടാവും? അതാണ് ഈ ഗവൺമെൻറ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
ജനതാല്പര്യമല്ല. ഈ വെല്ലുവിളികൾക്കിടയിൽ ആ വെല്ലുവിളികൾ പരിഹരിക്കാനുള്ള സമയം കണ്ടെത്തുമോ? ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സമയം കണ്ടെത്തുമോ? ഇതിനാണ് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടത്. ഈ താങ്കളുടെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയത് അതൊരു പരിധിവരെ സമൂഹ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ആ 3 പേരാണ് എന്ന് വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം തരാതിരുന്നുകൂടാ എന്ന് താങ്കൾ സ്പീക്കറെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു ബാക്കി ഒരു 137+3 എന്ന ഒരു ഫോർമാറ്റ് ഇവിടെ നിൽക്കുമ്പോൾ എന്തായിരിക്കും BJPയുടെ ഒരു പാർലമെൻ്ററി ഫ്ലോറിൻ്റെ ഒരു അടവ് നയം എന്തായിരിക്കും? ഞാൻ ആ പ്രസംഗത്തെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ്. 3 പേർ സ്വാഭാവികമായും സംസാരിക്കാനുള്ള സമയപരിമിതി കാണും നിയമസഭാ ചട്ടമനുസരിച്ച്. പക്ഷേ ആ ചട്ടത്തിനപ്പുറം ജനങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള വേദിയാണ് നിയമനിർമ്മാണ സഭ. അവിടെ 3 പേർ പറയുന്നതും കൂടി കേൾക്കാനുള്ള സമയവും അതിന് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലേക്കും ഭരണകൂടം മാറണം എന്ന് സൂചന നൽകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അത്തരം കാര്യം ആദ്യ ദിവസം തന്നെ ഉന്നയിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി ഈ നിയമനിർമ്മാണ സഭയിൽ ഏറ്റവും നല്ല ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ സ്പീക്കർ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ചട്ടത്തിനപ്പുറം ജനതാല്പര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ആ ജനതാല്പര്യത്തിന് വേണ്ടി കേരള നിയമസഭയിൽ നിൽക്കും. അപ്പോൾ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു രീതി അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് 3 പേരും ചേർന്ന് നിയമസഭയിൽ ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്? അതെ, 3 പേര് പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടല്ലോ, പാർട്ടിയുടെ കോർ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആ പൊതു കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക, ആ താല്പര്യം സംരക്ഷിക്കപ്പെടാൻ പാർലമെൻ്ററി പാർട്ടി പ്ലസ് കോർ കമ്മിറ്റി, പാർട്ടിയുടെ കോർ കമ്മിറ്റി, ഈ ഒരു കൂടിയാലോചനയുടെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും കേരള നിയമസഭയിൽ ഉണ്ടാവുക. കാരണം ഈ LDFും UDFും പല കാര്യങ്ങളിൽ ഇപ്പോൾ അഴിമതിയുടെ വിഷയത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ വസതികൾ ED റെയ്ഡ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ചില രാജ്യവിരുദ്ധ പ്രമേയങ്ങളൊക്കെ ആ ഒരു രീതിയിലുള്ള പ്രമേയങ്ങളൊക്കെ നിയമസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏകപക്ഷീയമായി പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് BJPയുടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലൊക്കെ UDFും LDFും തമ്മിലൊരു സാമ്യതയുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ശബ്ദമായി മാറാൻ എങ്ങനെയായിരിക്കും ഇനി BJP ശ്രമിക്കുക? ഇപ്പോൾ EDയുടെ അന്വേഷണത്തെ പിണറായിയുടെ മകളെക്കുറിച്ചാണ് അന്വേഷണം നടന്നത്. പിണറായിക്കെതിരെയുള്ള അന്വേഷണമല്ല, പിണറായിയുടെ മകളുടെ സാമ്പത്തിക ഏർപ്പാടിനെ കുറിച്ചാണ്. അപ്പോൾ പ്രതി ഉള്ളിടത്തല്ലേ EDക്ക് ചെല്ലാൻ പറ്റും. വീണയും മുഹമ്മദ് റിയാസും വേറെ വീട്ടിലായിരുന്നെങ്കിൽ അന്വേഷണം അവിടെ ചെന്നാണ്. മകളെ എന്താ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നത്? മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇതിന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ സംരക്ഷണം കൊടുത്ത ആളെ സംരക്ഷിക്കാൻ UDF ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് ശ്രമിക്കുക. ഇപ്പോൾ ബംഗാളിൽ ED അന്വേഷിക്കാൻ ചെന്നപ്പോൾ EDയെ തടഞ്ഞത് അവിടുത്തെ മുഖ്യമന്ത്രി, അവരുടെ പാർട്ടിക്കാർ തന്നെ. ഇപ്പുറത്താരും ചെന്നില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് യുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി EDയെ കായികപരമായി നേരിടാൻ ചെല്ലുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കേണ്ട പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നു. ഇതൊരു ധാരണയാണല്ലോ. ഈ ധാരണയുടെ പൊളിച്ചെഴുത്താണ് ഈ 3 പേരും കേരള നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്നത്. ഈ ഒരു പരസ്പര ധാരണയ്ക്കൊരു മാറ്റം ഉണ്ടാവണം. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ശബരിമല അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ജനഹിതത്തിനനുസരിച്ച് പ്രതികരിക്കുന്ന പ്രതിപക്ഷമായിരിക്കും BJPയുടെ 3 അംഗങ്ങൾ. ഈ കേന്ദ്ര പദ്ധതികൾ അത് പലതും നടപ്പാക്കാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആവാസ് യോജന പോലെയുള്ള പദ്ധതികൾ സംസ്ഥാന വിഹിതമില്ല, അതുകൊണ്ട് തന്നെ നടപ്പാകുന്നില്ല. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കേണ്ട ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാകുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു വിഷയമാകുമോ BJPയുടെ ഇനി വരുംകാല പാർലമെൻ്ററി ഇടപെടലുകളിൽ? ഉണ്ടാവും. ഇപ്പം 70 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാ മാനദണ്ഡങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ ഉണ്ടാവണം. അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞില്ല? ആവാസ് യോജന പദ്ധതി എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു കേരളത്തിൽ? നിയമസഭയ്ക്കകത്ത് 2 പേരോ ഒന്നായതുകൊണ്ടാണല്ലോ ഇതിനകത്താരും ഇത്രയും നാൾ ചോദിക്കായിരുന്നത്. അതെ, ഇത്തവണ ചോദിക്കാൻ 3 പേരുണ്ട് ജനങ്ങളുടെ ശബ്ദമായി. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരായി
ഞങ്ങൾ കേരള നിയമസഭയിൽ ശബ്ദമുയർത്തും. ഇപ്പോൾ ഈ വയോജന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെയാണ് ഇവിടെ 70 വയസ്സ് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ഇൻഷുറൻസ് നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് BJPയുടെ ഒരു പ്രസ്താവന ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് ശ്രീ വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. വയോജന വകുപ്പ് ഏത് മന്ത്രിക്കായിരിക്കുമെന്ന് തീരുമാനിക്കാൻ തന്നെ ദിവസങ്ങളെടുത്തു. ആത്മാർത്ഥത വ്യക്തമാണല്ലോ. വയോജന അവരെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് ഒരു വകുപ്പ് ഏത് മന്ത്രിയുടെ വകുപ്പിൽ പെടുമെന്ന് തീരുമാനിക്കാൻ കാലതാമസം ആരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ 25 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അതെ, അതിൻ്റെ സാമ്പത്തികം എവിടെ നിന്ന് കണ്ടെത്തത്, എങ്ങനെ നടപ്പിലാക്കും? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഏത് കാറ്റഗറി ആയാലും അവർക്ക് നേരത്തെ തൊഴിലുണ്ടോ സമ്പത്തുണ്ടായിരുന്നു ഇതൊന്നൊരു മാനദണ്ഡമല്ല. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. സംസ്ഥാനത്ത് നടപ്പിൽ എത്രയോ സാധാരണക്കാർ പാവപ്പെട്ടവർ നമ്മുടെ മുന്നിൽ വരുന്നു. സംസ്ഥാന വിഹിതം ഇല്ലാത്തത് കാരണം അവർക്ക് അതിൻ്റെ ഗുണഭോക്താവാൻ കഴിയുന്നില്ല. അതിൽ പോലും അന്ധമായ രാഷ്ട്രീയം കണ്ടവരാണ് ഈ രണ്ട് മുന്നണി. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ കേരള നിയമസഭയിൽ തുറന്നു കാട്ടും. ഇപ്പോൾ ഈ നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ താങ്കൾ ഇത്രയും കാര്യം പറഞ്ഞു. അപ്പോൾ ചാത്തന്നൂർ എന്ന മണ്ഡലം, ആ മണ്ഡലത്തിൻ്റെ എന്താണ് താങ്കൾ മുൻഗണന നൽകി അവിടെ എത്രയും വേഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ? അവിടെ നിരവധി വിഷയങ്ങളുണ്ട്. കാലാകാലങ്ങളായി ആ മണ്ഡലത്തെ പ്രദാനം ചെയ്തവർ ആ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 15 വർഷം തുടർച്ചയായിരുന്ന ഒരു പ്രസ്ഥാനം അവിടെ പരാജയപ്പെട്ടത്. ഒന്നും ചെയ്തില്ല. അവിടുത്തെ തൊഴിൽ മേഖലയുണ്ട്, വ്യവസായ മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്. ഈ മേഖലകളിലെല്ലാം ചെയ്യേണ്ട ഒട്ടനവധി പദ്ധതികളുണ്ട്. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മെഡിക്കലിനെ പറയുന്ന തന്നെ റഫറൻസ് ഹോസ്പിറ്റൽ. ആരെങ്കിലും പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാരാണല്ലോ സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്നത്. ഒരു സൗകര്യം ലഭിക്കുന്നില്ല. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ആദ്യം ഒരുമിച്ചിരുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ടാണ്. ആദ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയം 100 കണക്കിന് സാധാരണക്കാർ വരുന്നൊരു മെഡിക്കൽ കോളേജിൽ അവർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും ആദ്യം ഇടപെട്ടത്. വ്യവസായ മേഖലയുമായി പറയുമ്പോൾ ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ല് തകർച്ചയുടെ വക്കിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയായി മാറേണ്ടിയിരുന്നതാണ്. ചാത്തന്നൂർ താലൂക്ക് രൂപീകരണം കാലാകാലങ്ങളായി രണ്ട് മുന്നണിയും പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരും അധികാരത്തിൽ വന്നിട്ട് അത് നടപ്പിലാക്കിയില്ല. ഇപ്പോഴത്തെ MLAയുടെ പാർട്ടി 10 വർഷക്കാലം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് കഴിഞ്ഞ MLAയുടെ കാലഘട്ടത്തിൽ അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ചാത്തന്നൂർ. ഇപ്പം വളരുന്നത് ടൂറിസം മേഖലയാണല്ലോ. അതെ, അതടക്കം ഗ്രാമീണ റോഡുകളുടെ വികസനം, അടിസ്ഥാന വികസന രംഗം തടക്കം, റെയിൽവേ സ്റ്റേഷൻ്റെ അടക്കം വികസന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരേ പരിഗണന അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതിനൊക്കെ തന്നെയായിരിക്കും ആദ്യ പരിഗണന. ഇപ്പോൾ ഈ ചരിത്ര വിജയമാണല്ലോ ഇവിടെ കേരളത്തിൽ നേടിയിരിക്കുന്നത്. ആദ്യമായിട്ട് 3 MLAമാർ വരുന്നു. ആദ്യമായിട്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണ് പാർട്ടിയെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത്? കേന്ദ്ര നേതൃത്വത്തിന് സന്തോഷകരമായ ഒരു ചുറ്റുപാടാണോ? എങ്ങനെയാണ് പാർട്ടിക്കകത്തെ ഒരു അന്തരീക്ഷം? അതെ, കേന്ദ്ര നേതൃത്വത്തിനായാലും സംസ്ഥാന നേതൃത്വത്തിനായാലും ഈ തെരഞ്ഞെടുപ്പ് വിജയം ഒരു വഴിത്തിരിവാണ് കേരള രാഷ്ട്രീയത്തിൽ. ബംഗാളിൽ BJPക്ക് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പദവിയിലേക്കാണ്. അത്രയും കാലയളവ് വേണ്ട കേരളത്തിൽ BJPക്ക് അധികാര കേന്ദ്രത്തിലെത്താൻ. കേരളത്തിലെ മുഖ്യമന്ത്രി പദവി BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര വിദൂരമല്ല. അതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. 3 പേർ വിജയിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയാണ്, BJPയുടെ പ്രതിനിധിയാണ്, NDAയുടെ പ്രതിനിധിയാണ്.
അതിലേക്കാണ് കേരളം പോകുന്നത്. പക്ഷേ ഈ കേരളത്തിലെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നടത്തപ്പെടുന്ന പ്രചരണത്തിനിടയിൽ അതത്ര സാധ്യമാണോ, അത്ര വേഗതയിൽ സാധ്യമാണോ? എല്ലാ വിഭാഗങ്ങളും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഏറ്റക്കുറച്ചിലുണ്ടാവാം. പക്ഷേ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ തെറ്റിദ്ധാരണകൾ മാറിത്തുടങ്ങിയ തെരഞ്ഞെടുപ്പാണിത്. വരും ദിവസങ്ങളിൽ ഈ രണ്ട് മുന്നണിയും അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണ മാറി BJPയോടൊപ്പം നിൽക്കും. നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും വരണം എന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കേരളം മാറുക. അതുകൊണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള പദപ്രയോഗത്തിനൊന്നും കേരളത്തിൽ ഇനി വലിയ അതിർവരമ്പുകൾ മറികടക്കാൻ BJPക്ക് കഴിയുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അടുത്ത വരവ് ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിനന്ദിക്കാനായിരിക്കും അല്ലേ? അതെ, അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ സംഘടനാപരമായി ചർച്ച നടത്തേണ്ടത് അവിടെയാണ്. സ്വാഭാവികം അങ്ങനെ തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് അത് തന്നെയായിരിക്കും. എന്തായാലും താങ്കളെ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇന്ന് കണ്ടുമുട്ടുന്നത്. വിശദമായി നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു സാഹചര്യത്തിലും ഇന്നത്തെ ഒരു ആദ്യത്തെ നിയമസഭാ സമ്മേളന ദിവസവുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ഗോപകുമാർജി. നമസ്കാരം.